ശബരിമല സന്നിധാനത്തും പമ്പയിലും മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ജനുവരി 6 മുതൽ തുടങ്ങും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് അവലോകന യോഗം ചേരും. അതേസമയം സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ശബരിമല സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് ഉത്സവത്തിന് ഏകദേശം 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനവും പമ്പയും നിലയ്ക്കലുമെല്ലാം തന്നെ ഏകദേശം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് ജനുവരി 9-ാം തീയതി വരെ ഏകദേശം 1 ലക്ഷത്തിലധികം പേർ വരെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തും എന്നാണ് പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും എല്ലാം കണക്ക്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക അവലോകന യോഗം ചേരുന്നുണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള മുൻ ഒരുക്കങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനാണ്. മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നതും റവന്യൂ വകുപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയും പരിഗണനയിലുണ്ട്. ശബരിമല സന്നിധാനത്ത് പ്രധാനമായും പാണ്ടിത്താവളത്തിലായിരിക്കും ഇത്തരത്തിൽ മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ തന്നെ പമ്പയിൽ ഹിൽ ടോപ്പിലും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നതിനുള്ള കാര്യം ഒരുപക്ഷെ ഇന്ന് പരിഗണിക്കപ്പെടും. അതുപോലെ നിലയ്ക്കലാണ് മറ്റൊരു സ്ഥലം മകരവിളക്ക് കാണുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും എല്ലാം ചേർന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കതിനപൊട്ടി അപകടമുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ, അതായത് വെടിവഴിപാടുകൾ നടക്കുന്ന കൂടുതൽ സ്ഥലങ്ങളിൽ പ്രത്യേക പോലീസ് സംഘം പരിശോധന നടത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് വെടിവഴിപാട് നടത്തുന്നതെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരുപക്ഷെ ലൈസൻസ് തന്നെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. ആ പോലീസ് സംഘം ഉച്ചയോടുകൂടിയായിരിക്കും ശബരിമല സന്നിധാനത്തെത്തി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക. ഇന്നും ഏകദേശം 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ ദർശനത്തിന് വേണ്ടി നട തുറന്നപ്പോഴേക്കും ഏകദേശം ശരംകുത്തി വരെ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ തിരക്ക് ഈ മാസം 9-ാം തീയതി തുടരും. അതിനുശേഷം 3 ദിവസമാണ് അല്പം ഒന്ന് തിരക്ക് കുറഞ്ഞു നിൽക്കുക. 12-ാം തീയതി മുതൽ വീണ്ടും മകരവിളക്കുമായി ബന്ധപ്പെട്ട തിരക്ക് തുടരും. 12-ന് ശേഷം ശബരിമല സന്നിധാനത്ത് എത്തുന്ന ആളുകൾ മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് നിലയ്ക്കലിൽ 1000 ബസ്സുകൾക്ക് കൂടി അല്ലെങ്കിൽ 1000 വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയിലാണ്. ശബരിമല സന്നിധാനത്തു നിന്നും അശ്വന്ത് പിണറായിക്കൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.